വെള്ളാപ്പള്ളി SNDPയെയും കൊണ്ട് സംഘിപാളയത്തിലേക്ക് വണ്ടി കയറിയപ്പോൾ സുകുമാരൻ നായർ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. സുകുമാരൻ നായർ BJPക്കാർക്ക് പിടികൊടുക്കാതെ നടക്കുകയുമായിരുന്നു. പല വഴിക്കുള്ള ശ്രമങ്ങളുണ്ടായിട്ടും അപേക്ഷിച്ചും വിരട്ടിയും നോക്കിയിട്ടും ഫലമില്ലാതിരിക്കുകയായിരുന്നു കുമ്മനവും കൂട്ടരും. അപ്പോഴാണ് സുകുമാരനാശാൻ ആ പ്രഖ്യാപനം നടത്തുന്നത്. അതും പുതുവത്സര ദിനത്തിൽ. NSSനെ കാവി പുതപ്പിക്കാൻ ആരും നോക്കണ്ട എന്ന്. ചിലരൊക്കെ വിരട്ടിയും കണ്ണുരുട്ടിയും വെള്ളാപ്പള്ളിയെ വരുതിയിലാക്കിയതുപോലെ NSSനെ വരുതിയിലാക്കാൻ ചില ശ്രമങ്ങൾ നടത്തുകയാണത്രേ. സുകുമാരൻ നായരുണ്ടോ വഴങ്ങുന്നു? ഒരു രാഷ്ട്രീയ പാർട്ടിയും NSSനെ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിക്കണ്ട. കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീയായിട്ട് അഴിക്കുന്നോ അതോ ഞാൻ അഴിപ്പിക്കണോ? വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത്, അതിനെ തടയിട്ട് നിൽക്കരുത്. എന്റെ BJP സഹോദരങ്ങളോട് പറയാനുള്ളത് അവരെ ഒന്ന് കണ്ടു പഠിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ NSSൽ വരുമ്പോൾ നിങ്ങൾ നായരായി പോ. ഒരു കാവി ഉടുത്തോണ്ട് വേറൊരു കാവിയുമായിട്ട് വരിക എന്തിനാ? നമ്മളെ പുതപ്പിക്കാൻ. ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം. എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ? ഞാൻ ഇവരുടെ നേതാക്കളോടൊക്കെ പറഞ്ഞു, ഞങ്ങളെ BJPക്ക് എതിരല്ല, ഇടതുപക്ഷത്തിനെതിരല്ല, വലതുപക്ഷത്തിനെതിരല്ല. നായർ സർവീസ് സൊസൈറ്റി ഒരു തുറന്ന പുസ്തകമാണ്, രാഷ്ട്രീയമില്ല. അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു. തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറുമെല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. കളി ഒരുപാട് കണ്ടവനാ ഞാൻ. വലിയ ചങ്ക് വിരിച്ച് നമ്മളെ കാണിച്ച് പേടിപ്പിക്കാതെ സൗമ്യമായി നായർ സർവീസ് സൊസൈറ്റിയെ സമീപിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കും തിരിച്ചതുപോലെ സഹായം നൽകുന്ന ഒരു പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റിയെ പോലെ മറ്റൊന്നുമില്ല. എല്ലാ BJPക്കാരോടുമല്ല സുകുമാരൻ നായർ ഈ പറയുന്നത്, ചിലരോട് മാത്രം. ഉദാഹരണത്തിന് സുരേഷ് ഗോപി പക്ഷക്കാരായ ചില സ്വയം സേവകരോട്. NSSന്റെ ഗുണം BJPക്കും ലഭിക്കണമെങ്കിൽ വിരട്ടിയിട്ടൊന്നും കാര്യമില്ല, സൗമ്യതയോടെ നിൽക്കണം എന്ന്. അല്ലാതെ BJPക്കാർ തൊട്ടുകൂടാത്തവരാണെന്നൊന്നും ആശാന് അഭിപ്രായമില്ല. നായർ സംഘടനയുടെ ഗുണം ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നതിന് സുകുമാരനാശാൻ BJPക്കാർക്ക് സമഗ്രമായ ഒരു ക്ലാസ് അങ്ങോട്ട് എടുത്തു കൊടുത്തു, കർശനമായ പാഠങ്ങളോടെ. എനിക്ക് BJP നേതൃത്വത്തോട് പറയുവാനുള്ളത്, നായർ സർവീസ് സൊസൈറ്റിയെ പറ്റി നിങ്ങൾ പഠിക്കണം. ഇത് കണ്ടോ, പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാനുള്ളതാണ് ഈ കിറ്റ്. എന്താണ് അത്? കണ്ടോ, പലതരം പേന കത്തികൾ. ഇതിന്റെ അറ്റം തള്ളവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ചന്തിക്കൊരു പിച്ച് വിച്ചാൽ 7 ദിവസം ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇത് കാന്താരി അരച്ചു തേച്ച് എണ്ണയിൽ പഴുപ്പിച്ചെടുത്തതാ. ഒരടിക്ക് 7 സ്വർഗം കാണും. ഇത് കണ്ട പാതാളക്കരണ്ടി. ഇത് അണ്ണാക്കിലേക്ക് അമർത്തി വെളിയിലേക്ക് ഒരു വെളി വലിച്ചാൽ നാക്ക് വെളിയിൽ വരും. ഇത് നോക്ക്, തെരണ്ടി വാൾച്ചാട്ട. ഒരടി ഇന്ന് കിട്ടിയാൽ അടുത്ത വർഷം ഇതേ ദിവസം പഴുക്കും. അതായത് ഇന്ന് തെറ്റിക്കുന്ന കണക്കുകൾ എല്ലാ വർഷവും പഴുക്കുമ്പോൾ ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. സർവീസ് സൊസൈറ്റി ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ വാലല്ല. സർവീസ് സൊസൈറ്റിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാതെ സർവീസ് സൊസൈറ്റിയെ സൗമ്യമായി സമീപിച്ചാൽ നിങ്ങൾക്കും ഇതിന്റെ ഫലം കൊയ്യാം. ഭാരതമല്ല, ഭാരതം. ബിരിയാണിയുടെ പായുടെ അടിയിൽ നാ കിടന്നാൽ എന്തു പറയും? ഓടാൻ പറയും സർ. ഓടാൻ പറയും? ആരോട്? നായോട്. ഇല്ലെങ്കിൽ നാം മൂത്രമൊഴിച്ച് പാ വൃത്തിയിടാക്കില്ലേ സർ? ഇവിടെ അധികം പ്രസംഗം. ഞങ്ങളെ വിരട്ടി ഒന്നും കാര്യം സാധിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കട്ടെ. ഇതെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത്ര തരം താന്ന രീതിയിലുള്ള
ചില എതിർപ്പുകൾ ഇവരുടെ ഒരു 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 ചെറിയ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എനിക്ക് BJP നേതൃത്വത്തോട് പറയുവാനുള്ളത്, അവരെ നിലയ്ക്ക് നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുകുമാരൻ നായരുടെ ക്ലാസ് BJP-ക്കാർക്ക് ബോധ്യപ്പെടുമോ? എന്തായാലും കാവ്യ പുതപ്പിക്കൽ ഇനി എളുപ്പമല്ല എന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നായർ സമാജത്തെയും മറ്റും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഏർപ്പാടുകളൊക്കെ BJP-ക്കാർ വാങ്ങിവെക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.